പ്രിയ, ഒരു മരപ്പാഴ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുകയാണ്. അതെ. പ്രിയനും ഞാനും എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകനും ഇപ്പോൾ എത്ര കടമുണ്ടെന്നറിയോ? നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത കടമല്ല. സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയാണ്. അത് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ അനുസരിച്ച് വിഭജിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും 1.5 ലക്ഷം രൂപയുടെ കടക്കാരാണ്. 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കടം വീതിക്കുമ്പോൾ നിങ്ങളുടെ ചുമലിൽ വരുന്നുണ്ട്. 10 വർഷം കൊണ്ട് നേരത്തെ പറഞ്ഞ മരപ്പാഴുകൾ മരപ്പാഴ് സർക്കാർ കേരളം ഭരിച്ചിട്ട് കേരളത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ പ്രിയൻ നമ്മൾ ടോക്ക് തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ, കടമെടുപ്പ് ശേഷി കേന്ദ്രം വെട്ടിയല്ലോ. ഏതാണ്ട് ഇനിയിപ്പോൾ 12,516 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം കൊടുത്തിരുന്നു. അതങ്ങ് വെട്ടി ഇനി 5,944 കോടിയോ മറ്റോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കണക്ക് പറഞ്ഞു. പിണറായി സർക്കാരിൻ്റെ അവസാന കാലമാണ്. അവസാന കാലത്ത് ജനങ്ങളുടെ വായ്ക്കരി ഇടാൻ വേണ്ടിയിട്ട് കിറ്റ് കൊടുക്കണം, അത് കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ഒക്കെ കൊടുക്കണം. 15,000 കോടി രൂപ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണം, അതിന് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ കേന്ദ്രം ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെ നീ എടുത്ത് പുട്ടടിക്കണ്ട എന്ന് പറഞ്ഞ് വെട്ടി. ഇനി അതിൻ്റെ പേരിൽ കേസുമായിട്ട് പോകും. ഇപ്പം നിങ്ങളൊക്കെ കളിയാക്കുന്ന ഒരു സംസ്ഥാനമില്ലേ ഊപ്പി എന്ന് പറഞ്ഞിട്ട്, UP ഉത്തർപ്രദേശ്. 10 വർഷം അവിടെ ഒരാൾ ഭരിക്കുന്നുണ്ട്, ഇവിടെയും 10 വർഷം ഒരാൾ ഭരിക്കുന്നു, അവിടെ 10 വർഷം ഒരാൾ ഭരിക്കുന്നു. 10 വർഷം ആദ്യമായിട്ടാണ് UPയുടെ ചരിത്രത്തിൽ ഒരാൾ തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. കേരളത്തിലും 10 വർഷം ആദ്യമായിട്ടാണ് ഒരാൾ തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. കേരളത്തിൽ പിന്നെ സർക്കാരുകൾക്ക് സ്ഥിരതയുണ്ട്, എല്ലാ സർക്കാരുകളും 5 വർഷം പൂർത്തിയാക്കും. ഉത്തർപ്രദേശിൽ യോഗി വരുന്നതിന് മുമ്പ് ഒരിക്കലും സർക്കാർ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. 5 വർഷം പൂർത്തിയാക്കി, തുടർച്ചയായി 10 വർഷമായി. കേരളത്തിലും 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് കേരളത്തിലും ഉത്തർപ്രദേശിലും ഇവിടെ UP എന്നൊക്കെ പറഞ്ഞ്, UP എന്ന് പോലും പറയത്തില്ല, ഇവനൊക്കെ UP എന്നേ നാവ് കളയത്തുള്ളൂ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ കേരളത്തെയും UPയെയും കുറിച്ചൊന്ന് കമ്പയർ ചെയ്യണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനം എന്നറിയോ? UP. ഉത്തർപ്രദേശ്. നിങ്ങൾ പറയുന്ന അവികസിതമായ ചാണകസംഖ്യകൾ ജീവിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനം. ഇപ്പോൾ ഈ 24.99 ലക്ഷം കോടിയാണ് അവരുടെ GDP. അത് ഈ വർഷം അത് 30ലേക്ക് വളർത്താനാണ് അവർ ശ്രമിക്കുന്നത്. കേരളം അമ്മ വല്ലതും തായോ എന്ന് പറഞ്ഞ് കണക്കെടുക്കുക. പിന്നെ നിങ്ങൾ പറയുന്ന UP മുഖ്യമന്ത്രി, അതിന് ഭാര്യയും മക്കളൊന്നുമില്ല, ബന്ധുക്കളെ ഒന്നും വിളിച്ചുകൊണ്ട് ഒരു ലോകരാജ്യത്തും പോയിട്ടില്ല. പള്ളിക്കൂടം അടയ്ക്കുമ്പോൾ കൊച്ചുമോനെ ലോകം കാണിക്കാൻ വേണ്ടി ടൂർ പോകും സർക്കാർ ചിലവിൽ. എന്നിട്ട് അതിന് നിക്ഷേപം കൊണ്ടുവരാനുള്ള പദ്ധതി എന്ന് പറയും. എന്ത് നിക്ഷേപം വന്നു നമ്മുടെ നാട്ടിൽ? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി നടത്തിയിട്ടുള്ള ഡസൻ കണക്കിന് വിദേശ യാത്രകളുടെ ഭാഗമായിട്ട് എന്ത് വന്നു? ഒരു നയ പൈസയുടെ വികസനം വന്നു. നമ്മുടെ ജീവനം കൊണ്ട് ലുലു മുതലാളി ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റ് തുറക്കുന്നുണ്ട്. അതല്ലാതെ എന്തു വന്നു? ആകെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്ന ഒരു ഈടുവയ്പ് എന്ന് പറയാവുന്നത് വിഴിഞ്ഞം തുറമുഖ. അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുടെ നിശ്ചയദാർഢ്യം കൊണ്ടുവന്നു. അത് ഉമ്മൻചാണ്ടി കൊണ്ടുവരുമ്പോൾ അതിനിട്ട് പണിയാവുന്ന പണി മുഴുവൻ പണിതവന്മാരാണ് ഇവർ. അദാനിക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് അദാനിയുടെ മകൻ്റെ കൂടെ മരുമകനെ ഇരുത്തിയിട്ട് പിണറായി അത് ഉദ്ഘാടിച്ചു, നാണമില്ലാതെ ഉളുപ്പില്ലാതെ. ഇതാണ് കേരളത്തിൻ്റെ വികസനം. എന്നിട്ട് പറയാണ് കേന്ദ്രം വെട്ടുന്നേ, കേന്ദ്രം തരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് പിച്ചച്ചട്ടിയായിട്ട് എന്ന് നിൽക്കാനുള്ള കേന്ദ്രം ഭരിച്ചാൽ പോരെ, പിരിച്ചുവിടുത്ത് രാജിവെച്ച് പോകണം മിസ്റ്റർ. എന്നിട്ട് കേരളം ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണം. കേന്ദ്രം തന്നില്ലെങ്കിൽ കഞ്ഞിക്കുടി കൂട്ടും. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അരി കിട്ടിയില്ലെങ്കിൽ കഞ്ഞിക്കുടി കൂട്ടും. നമ്മുടെ നാട്ടിൽ എന്ത് പിന്നാക്ക കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ ഉണ്ടാക്കി? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നുണ്ടോ? നിത്യനിദാന ചെലവുകൾക്ക് വകയില്ല, കേന്ദ്രത്തിൻ്റെ ഫാസിസ്റ്റ് നയത്തിൻ്റെ ഭാഗമായി എല്ലാം വെട്ടിയിരിക്കുന്നു, ജനങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പിടിച്ച വാറോലകളുമായി മന്ത്രിമാർ വരും. എന്തുണ്ടാക്കി കഴിഞ്ഞ 10 വർഷക്കാലം? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഒരു മരപ്പാഴ് ഭരിച്ചു. വേറെ സംസ്ഥാനങ്ങളിലെ ആൺകുട്ടികൾ ഭരിക്കുന്നു. ആ സംസ്ഥാനങ്ങൾ അതിവേഗം വികസിക്കുന്നു. എന്തിന്? നമുക്ക് രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. തമിഴ്നാട് സർക്കാർ, തമിഴ്നാട് പിണറായിയുടെ കൂട്ടുകാരനല്ലേ സ്റ്റാലിൻ, തമിഴ്നാട്ടിൽ എങ്ങനെയാണ് വികസനം? കേരളത്തിൻ്റെ അതിർത്തി പാലക്കാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് കമ്പനികൾ പാലക്കാടിന് അപ്പുറത്ത് തമിഴ്നാടിൻ്റെ അതിർത്തി തുറന്നിടത്താണ് ഫാക്ടറി ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇവിടെ പൂട്ടിക്കുകയാണ്, എന്തും പൂട്ടിക്കുക. ഞാൻ ഈ നമ്മൾ കഴിയുന്നതിൻ്റെ അവസാനം ഞാൻ ഇവിടെ ഇടതുപക്ഷം സമരം ചെയ്ത് പൂട്ടിച്ച കമ്പനികളുടെ ഒരു പട്ടിക വായിക്കാം. അപ്പോൾ നമ്മളിത് ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്ന് പറയും നമ്മൾ UPയെ കുറിച്ച് പറയുമ്പോൾ, പണ്ട് UP എങ്ങനെയാണെന്നറിയോ? ഒരു ബീമാരു സ്റ്റേറ്റായിരുന്നു. ബീമാരു എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച അല്ലെങ്കിൽ പട്ടിണി മരണമുള്ള സ്റ്റേറ്റ്. പട്ടിണി മരണമുള്ള സംസ്ഥാനം ഇന്ന് ലോകോത്തരമായ ജീവിത നിലവാരം എന്നൊന്നും പറയുന്നില്ലെങ്കിലും
കേരളത്തെക്കാൾ ഭേദപ്പെട്ട രീതിയിലാണ് എന്ന് പറയപ്പെടുന്നു പലയിടത്തും. യു പി എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനമാണ്, പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്, കേരളത്തിൻ്റെ എത്രയോ ഇരട്ടിയുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ തേനും പാലും ഒഴുക്കി എന്നല്ല പറഞ്ഞു. പക്ഷേ കേരളത്തിന് ഇങ്ങനെയല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ? നമ്മൾ പറയുമ്പോൾ പലരും നെറ്റിയൊളിയും. കേരളത്തിന് ഈ പറയുന്ന ദുരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. കേരള സർവകലാശാല, ഇപ്പോൾ VC-മാരുടെ പേരിൽ തർക്കമൊക്കെ ഉണ്ടാകുന്ന കേരള സർവകലാശാല, കേരളത്തിലെ ഏറ്റവും കിരാതമായ, ഏറ്റവും കുത്തഴിഞ്ഞ, ഏറ്റവും അധപ്പതിച്ച ഒരു സർവകലാശാലകളിലൊന്നാണ് കേരള സർവകലാശാല. കാരണം എല്ലാ സർവകലാശാലയും അങ്ങനെ തന്നെയാണ്. സർവകലാശാല എന്ന് പറഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ഭിക്ഷാന്തേകികളെയും പെട്ടിപിടിപ്പുകാരെയും കൊണ്ടുവെക്കാനുള്ള സ്ഥാപനമാക്കി മാറ്റിയതിൻ്റെ ഭാഗമായി സർവകലാശാലകളെല്ലാം നശിച്ചു. കേരളത്തിൽ പഠിക്കാതെ പിള്ളേർ മറുനാട്ടിൽ പോയി പഠിക്കുക. ഇവിടെ പഠിക്കാൻ ആളില്ല. കോളേജുകളിൽ സീറ്റ് ഒഴിവാണ്, പഠിക്കാൻ ആളില്ല. വിദ്യാഭ്യാസ മേഖല തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ രാജഭരണകാലത്ത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് സർ CP രാമസ്വാമി അയ്യർ കത്തെഴുതിയ ആർക്കെന്നറിയോ? ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് കേരള സർവകലാശാലയുടെ VC ആവണമെന്ന് ആഗ്രഹിച്ച ക്രാന്തദർശിയായ, അതിന് ഐൻസ്റ്റീനെ കൊണ്ടുവന്ന് ഇവിടെ VC ആക്കിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്ന ഭരണം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ കോവിഡ് ഉണ്ടായല്ലോ, കോവിഡ് ഉണ്ടായപ്പോൾ നമ്മൾ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ചത്തത് കേരളത്തിലാണ്. മറച്ചു വെച്ചു. അവസാനം നഷ്ടപരിഹാരം കിട്ടുമെന്നാക്കിയപ്പോൾ കണക്കെടുത്ത് പുറത്തിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിലാണ്. PPE കിറ്റിൽ ഒരു അഴിമതി നടത്തി, ഗ്ലൗസിൽ അഴിമതി. മഹാരാഷ്ട്രയിലാണ് കൂടുതൽ കേട്ടോ. പക്ഷേ കേരളത്തെക്കാൾ വലിയ സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അങ്ങനെ കണക്കാക്കണം. അപ്പോൾ ആ മരണനിരക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാം ഒളിച്ചു വെച്ചു. എന്നിട്ട് നമ്പർ 1 തള്ളായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലാദ്യമായി പ്രതിരോധ കുത്തിവയ്പ്പ് നടന്ന എവിടെയെന്നറിയോ? കേരളത്തിലാണ്, മഹാരാജാവിൻ്റെ കാലത്ത്. അപ്പോൾ കേരളം വലിയ തോതിൽ പുരോഗമിച്ചിരുന്ന, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിൽ കേരളം നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുടെ ഭരണം വരുന്നതിന് മുമ്പ്. അതൊരു സത്യമാണ്. കേരളത്തിൽ നോക്കൂ, ഈ 10 വർഷമില്ലേ, 10 വർഷം ഉത്തർപ്രദേശിൽ 10 വർഷത്തിന് മുമ്പ് യോഗി ആദിത്യനാഥിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ്, BJP സർക്കാർ വരുന്നതിന് മുമ്പ് 2 എയർപോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണെന്നറിയോ? 6 എയർപോർട്ട്, 6 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ. 21 സർക്കാർ മെഡിക്കൽ കോളേജുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വേറെ. പിന്നെ നമ്മൾ UP-യെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മലയാളി ബ്ലോഗർമാർ, ഇടതുപക്ഷ അടിമകളായിട്ടുള്ള ആളുകൾ വരെ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ 6 വരിപ്പാത, 8 വരിപ്പാത ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളുകയാണ്. വിമാനം ഇറങ്ങാൻ പറ്റുന്ന ഹൈവേകൾ, അങ്ങനെ വലിയ തോതിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നിങ്ങൾ പറയുന്ന ഊപ്പി എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്ന സംസ്ഥാനം വികസിക്കുകയാണ്. ഇനി വേറൊരു കാര്യം പറയും, രാമക്ഷേത്രം വന്നല്ലോ. രാമക്ഷേത്രം സംബന്ധിച്ചുള്ള വിവാദം അവിടെ ഇരിക്കട്ടെ. രാമക്ഷേത്രത്തിൻ്റെ നടവരവ് മാത്രം 327 കോടി രൂപയാണ്. രാമക്ഷേത്രം വന്നതിന് ശേഷം, അയോധ്യ വന്നതിന് ശേഷം ഉത്തർപ്രദേശ് സർക്കാരിന് അതിലൂടെ മാത്രമുണ്ടായ വരുമാനം എത്രയെന്നറിയോ? 4 ലക്ഷം കോടി. 4 ലക്ഷം കോടി. ഇവിടെ 6 ലക്ഷം കോടി കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കടമാണ്. ഇനി തീർന്നില്ല. നമ്മൾ 6 ലക്ഷം കോടി കടമെടുത്ത് വല്ലതും തരണേ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പറയുന്ന ഭരിക്കാൻ അറിയാൻ വയ്യാത്ത യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ ബജറ്റിൻ്റെ അവസ്ഥ അറിയോ? 32,000 കോടി മിച്ച ബജറ്റാണ് സാർ. മിച്ച ബജറ്റ്. ഇവിടെ തെണ്ടി ബജറ്റാണ്. അതെ, തെണ്ടി ബജറ്റ്. അവിടെ 32,000 കോടി മിച്ച ബജറ്റ്. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കിഴക്കമ്പലത്ത് 2020 പഞ്ചായത്ത് ഭരിച്ചപ്പോൾ നാട്ടിൽ ഒരുപാട് വികസനവും എല്ലാം നടന്നിട്ട് പഞ്ചായത്ത് ഫണ്ട് മിച്ചമാണ്. കാരണം അവർ വേറെ തരത്തിൽ ഫണ്ട് സമാഹരിച്ച് നടത്തി. പക്ഷേ UP-യിൽ ഈ പറഞ്ഞ പോലെ 2 വിമാനത്താവളങ്ങൾ 6 ആക്കി, 6 മെഡിക്കൽ കോളേജുകൾ 21 ആക്കി, സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും റോഡ് മുതൽ വിമാനത്താവളം വരെ വലിയ തോതിലുള്ള വികസനമൊക്കെ നടത്തിയിട്ട് 32,000 കോടി രൂപ മിച്ചമുണ്ട്. ഒരു കൊച്ചുമകനെയും കൂട്ടിയിട്ട് മുഖ്യമന്ത്രി ടൂറിന് പോകുന്നില്ല. ഒരു പരിവാര പള്ളിക്കൂടം അടയ്ക്കുമ്പോൾ ഇനി അടുത്ത ടൂറ് ഈ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ വെക്കേഷൻ വരണം, മധ്യവേനൽ അവധി വരുമ്പോഴായിരിക്കും. ഇലക്ഷൻ ആകുമെന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഏതായാലും ഈ കേരളവും UP-യും തമ്മിൽ വല്ലപ്പോഴും ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. ഉറപ്പാണ്. ഇനി കുംഭമേള നടന്നില്ലേ? കുംഭമേളയിലൂടെ എത്രയാ? 3.8 ലക്ഷം കോടി രൂപയാണ് സർക്കാരിന് വരുമാനം ഉണ്ടായത്. അതായത് ഒരു തീർത്ഥാടന കേന്ദ്രം, രാമക്ഷേത്രം എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലൂടെ ഒരു വർഷം 4 കോടി രൂപ, 4 ലക്ഷം കോടി രൂപ ആളുകൾക്കുണ്ടാക്കിയ വരുമാനം കൊണ്ടായി സർക്കാരിന് മാത്രമുണ്ടായത് ഏതാണ്ട് 3.8 ലക്ഷം കോടി രൂപ വരവ്
ഈ കുംഭമേളയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ ഇപ്പോൾ പറയുന്നത് UP-യുടെ GDP-യുടെ 1.5% ഇപ്പോൾ സമ്മാനിക്കുന്ന ആരെന്നറിയോ? അയോധ്യയിലെ രാമക്ഷേത്രമാണ്. അപ്പോൾ കേരളത്തിൽ അതുപോലത്തെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ ശബരിമലയുണ്ട്. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്ന് വികസിപ്പിച്ചാൽ, ശബരിമലയിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയാൽ, ആളുകൾക്ക് വളരെ കംഫർട്ടബിളായി വന്ന് ഭഗവാനെ തൊഴുതിട്ട് പോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഈ രാമക്ഷേത്രം പോലെ ശബരിമലയും മാറും. ഇപ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് കുംഭമേള, എന്തൊരു മേള, ഹിന്ദുക്കളുടെ തുണിയില്ലാത്ത സന്യാസിമാരുടെ മേള എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനാണ് പോയി. അവിടെ അവർ മാർക്കറ്റ് ചെയ്തു. അതെ, ഇവിടെ 5 പൈസ ഉണ്ടാക്കും. ഇവിടെ ആദർശം കുത്തിപ്പുഴുങ്ങി തിന്ന് ദഹനക്കേട് വന്നിരിക്കുന്ന എരപ്പാളികളുടെ നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. എന്നിട്ട് കേന്ദ്രം കാശ് തരുന്നില്ല എന്ന നിലവിളിക്ക് ഇപ്പോൾ ആ സൈറൺ ഇടറോ, എന്താ ആ നിലവിളി ശബ്ദം ഇടറോ എന്നുള്ള ആഹ്വാനം വന്നു കഴിഞ്ഞു. നാളെ മുതൽ നിലവിളിയാണ്. കേന്ദ്രം ദ്രോഹിക്കുന്നു, കേന്ദ്രം തരാത്തതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യുമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം? 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് സംഭാവന നൽകി? ആലോചിക്കണം. കാരണം നാളെ മുതൽ മറ്റേ കരച്ചിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം അല്ലേ മുംബൈ എന്ന് പറയുന്നത് പോലെ നാളെ മുതൽ കേന്ദ്രം കടമെടുപ്പ് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ള നിലവിളി ഉയരും മുമ്പ് കേരളത്തിലെ ഈ മരവാഴ സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് നേടി, എന്ത് കൊണ്ടുവന്ന് തന്നു എന്ന് ആലോചിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെയൊക്കെ ലക്ഷാധിപതികളാക്കി. റിവേഴ്സില്ല, 1.5 ലക്ഷം രൂപയുടെ കടക്കാരാക്കി. ഇതാണ് 10 വർഷം കൊണ്ട് കേരളം നേടിയത്. അപ്പോൾ പിണറായി വിജയൻ ആലോചിക്കണം, പണിയറിയാവുന്ന ആമ്പിള്ളേർ, അത് സന്യാസിയാണെങ്കിൽ കൂടി ഒന്നാന്തരത്തിൽ നല്ല വൃത്തിക്ക് പണിയെടുത്ത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? പിണറായി അറിയാം, പിണറായി അവസാന കാലത്ത് സുഖിക്കാൻ വന്നല്ലേ, അങ്ങ് സുഖിച്ച് അർമാദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 100 ദിവസത്തിനുള്ളിൽ ആരും പറയില്ല ഉത്തർപ്രദേശും കേരളവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഊപ്പി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവൻ, പഴയ മറ്റേ ശിവാജി സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, ആരുടെ, രജനീകാന്തിനുള്ള അമ്പൽ ആ പാട്ടൊന്ന് പാടി അതിൻ്റെ അടുത്ത വരികളൊക്കെ ഒന്ന് പാടിയാൽ മതി. സാറേ നിർത്തല്ലേ ഒരു കാര്യം ചോദിച്ചിട്ട്, ആ കമ്പനികളുടെ ലിസ്റ്റ് പറയാമെന്ന് പറഞ്ഞല്ലോ, കേരളത്തിൽ പൂട്ടിപ്പോയ കമ്പനികളുടെ പേരല്ല, കൊടികുത്തി പൂട്ടിച്ച കമ്പനി. പൂട്ടിപ്പോയ കമ്പനികളുടെ പേര് വായിക്കുകയാണെങ്കിൽ നേരം വെളുത്താൽ എന്ത് ചെയ്യില്ല. അതുകൊണ്ട് കിറ്റക്സിൻ്റെ കാര്യം പറയുന്നില്ല. ബാക്കിയുള്ള ഒരു 50ഓളം കമ്പനികൾ, സമരം ചെയ്ത് പൂട്ടിച്ച കമ്പനികളുടെ കിട്ടിയൊരു ലിസ്റ്റ് ഞാൻ വായിക്കാം. 1 മൈക്രോടെക്സ് ബാറ്ററീസ്, പാർവതി മിൽ കൊല്ലം, ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് ചിങ്ങവനം കോട്ടയം, തിരുവാപ്പതി മില്ല് കണ്ണൂർ, ഗ്വാളിയോർ റയോൺസ് മാവൂർ, വളപട്ടണം പ്ലൈവുഡ് ഫാക്ടറി, എക്സൽ ഗ്ലാസ് ഫാക്ടറി ചേർത്തല, ശ്രീശക്തി പേപ്പർ മിൽസ് എറണാകുളം, കോമലപുരം സ്പിന്നിംഗ് മിൽ, പുനലൂർ പേപ്പർ മിൽ, നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രി, സ്പിന്നിംഗ് മിൽ ആലപ്പുഴ, ഉഷ ലാറ്റക്സ് വൈക്കം, കോം ട്രസ്റ്റ് കാലിക്കറ്റ്, മധുര കോട്സ്, സിഡ്കോ പച്ചാളം എറണാകുളം, ബോട്ടിൽ വാഷിംഗ് പ്ലാന്റ് അറ്റ് എറണാകുളം, സിറിഞ്ച് മേക്കിംഗ് പ്ലാന്റ് അറ്റ് പാലക്കാട്, കേരള സ്പിന്നേഴ്സ്, ആസ്പിൻവാൾ, തോഷിബ ആനന്ദ്, പ്രീമിയർ ടയേഴ്സ്, സൗത്ത് ഇന്ത്യൻ വയേഴ്സ് ആൻഡ് റോപ്സ്, പ്രഭുറാം മിൽസ് ചെങ്ങന്നൂർ, ലിമ ബിസ്ക്കറ്റ്സ് ഒളവര തൃക്കരിപ്പൂർ, ടെസിൽ ചിങ്ങവനം, പുലികേഷ് ഷുഗർ മിൽ, നാട്ടകം ട്രാവൻകൂർ സിമൻറ്റ് ഏതാണ്ട് പൂട്ടിക്കഴിഞ്ഞു കേട്ടോ, KK മേനോൻ ബസ് സർവീസ്, അമർ കോയർ ഇൻഡസ്ട്രീസ് ആശ്രാമം ആലപ്പുഴ, കേരള വാഷ്വെൽ സോപ്പ് ഫാക്ടറി ഉണ്ടോ? കേരള വാഷ്വെല്ലിൻ്റെ ഇടയ്ക്ക് വലിയ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ഷുഗർ മിൽ, ഇറവങ്കര ഗ്ലാസ് ഫാക്ടറി, SPAB വേസ്റ്റ് ക്ലീനിങ് എക്യുപ്മെൻറ്റ് ഫാക്ടറി മാവേലിക്കര, ആലപ്പുഴ സൈക്കിൾസ്, പ്രീമിയർ കേബിൾസ്, JB കോട്ട്സ്, കുന്നത്തറ ടെക്സ്റ്റൈൽസ് കോഴിക്കോട്, മൊറാർജി കെമിക്കൽസ് ആലപ്പുഴ, ടപ്പിയോക്ക പ്രൊഡക്ട്സ് ചാലക്കുടി, വനജ മിൽസ് തൃശ്ശൂർ, കേരള സ്പിന്നേഴ്സ് ആലപ്പി, കണ്ണൂർ സ്പിന്നിംഗ് മിൽ, കേരള സംസ്ഥാനം ലിമിറ്റഡ്, അതെന്താണാവോ എനിക്കറിയില്ല അങ്ങനൊരു പേര്, കുണ്ടറ ക്ലേ ഫാക്ടറി, പ്രൈമോ പൈപ്പ് ഫാക്ടറി, HP കണ്ണിറ്റക്കടവ് ഇടപ്പള്ളിക്കോട്ട, കൊഞ്ചേരി വീവേഴ്സ് ചേർത്തല, ജിയോ വനാല ബിന്നി, വൺ ഓഫ് ദ ലീഡിംഗ് ഹെവി എഞ്ചിനീയറിംഗ് ഇൻ സൗത്ത് ഇന്ത്യ, പുനലൂർ മുക്കടവ് പ്ലൈവുഡ് ഫാക്ടറി, പന്തളം ഷുഗർ മിൽ. ഇത്രയും 52 കമ്പനികളുടെ ലിസ്റ്റ് എനിക്കുണ്ട്. ഇതെല്ലാം സമരം ചെയ്ത് പൊട്ടിച്ചതാണ്. ഈ 52 കമ്പനിയിൽ ഒരു കമ്പനിയിൽ 100 തൊഴിലാളി എന്ന് കൂട്ട്, 100 പേരുടെ 100 കുടുംബങ്ങൾ ഇൻറ്റു 100, 52 ഇൻറ്റു എത്ര കുടുംബങ്ങൾ? മിനിമം 5200 കുടുംബങ്ങളെ പട്ടിണിയിലാക്കി.
നാടിൻ്റെ സമ്പദ്ഘടനയിൽ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്? പൂട്ടിച്ചത് ഈ മരപ്പാഴിൻ്റെ പാർട്ടിക്കാരാ.